വിവാഹം ഒത്തുവരാൻ വേണ്ടി. വിൽക്കാത്ത സ്ഥലമുണ്ട്, വിൽക്കാത്ത വീടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളുടെ സാക്ഷ്യമുണ്ടായി, മലമുകളിലെ സ്ഥലമാണെന്ന്. അത് ജന്മത്ത് വിറ്റുപോകലും ഞങ്ങൾക്കറിയാമായിരുന്നെന്ന്. വെള്ളം പോലും ഇല്ല, ആൾ താമസമില്ല, പിന്നെ സ്ഥലം വിറ്റ് പോകണത്. പക്ഷെ കടം കയറി ബുദ്ധിമുട്ടായിരിക്കുകയാണ്. പക്ഷെ ഉടമ്പടി കൊണ്ട് ആ മലമുകളിലെ സ്ഥലം വിറ്റുപോയി. ആരും ഇല്ല അവിടെ, വിജനമായ സ്ഥലമാണ്, ആർക്കും വേണ്ടാത്തൊരു സ്ഥലമാണ്. പക്ഷെ അമ്മ ഒന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. അതുപോലെ തന്നെ സ്ഥലങ്ങൾ വിറ്റാൽ മാത്രമേ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലർക്ക് സ്ഥലം എടുക്കാനുണ്ടാവും, എടുക്കാൻ പറ്റുക, ചിലർക്ക് വീട് സ്ഥലവും എടുക്കാനുണ്ടാവും. അപ്പം അതെല്ലാം സമർപ്പിക്കേണ്ട ഒരു സമയമാണിത്. അതിലെ ഉടമ്പടി വിഷയങ്ങളാണ്. ചില മക്കൾ ദുർനടപ്പിൽപ്പെട്ട് ചീത്ത ബന്ധങ്ങളിൽ പൊട്ടി ചാടിയിട്ടുണ്ടാവും. ചില മക്കൾ ഇപ്പോൾ ഇന്നലെ ഒരു 14 വയസ്സുകാരനെ കൊണ്ടുവന്ന് അവൻ മൊത്തം എല്ലാം ഈ സ്റ്റാമ്പ് വായി വെക്കണ പരിപാടിയില്ലേ, സ്റ്റാമ്പ്, പോസ്റ്റ് സ്റ്റാമ്പല്ലേ, വേറെ മയക്കുമരുന്ന്, അതാണ് അവൻ്റെ പരിപാടി. ഞാൻ 14 വയസ്സേ ഉള്ളവന്. അപ്പോൾ അത് ഇവിടെ വന്ന ഒരു കേസാണ്. അപ്പോൾ എന്തുമാത്രം കേസുണ്ടാവും. ചില കുടുംബങ്ങൾ അവിഞ്ഞു തീർന്നിരിക്കുക. എൻ്റെ മക്കൾ അതുപോലെ. അത് നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അമ്മയോട് പ്രാർത്ഥിച്ച്, അമ്മേ പരിശുദ്ധ അമ്മേ, വഴിപിഴച്ചു പോയ സന്താനങ്ങള്, തെറ്റായ പ്രണയബന്ധം അകപ്പെട്ടു പോയവരെ, മയക്കുമരുന്ന് അകപ്പെട്ടു പോയവരെ, അമ്മേ അവരെ ഏറ്റെടുക്കണമേ, യേശുവിന്റെ നാമത്തില് ഏറ്റെടുക്കണമേ, യേശുവിന്റെ നാമത്തില് എല്ലാ മക്കളും നഷ്ടപ്പെട്ടവരെ, തിന്മയിൽ അകപ്പെട്ടവരെ യേശുവിന്റെ നാമത്തില് അമ്മയുടെ മധ്യസ്ഥതയിലെ വിടുതൽ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. അഭിഷേകമായി പടരണമേ, വിടുതലിനാത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. മക്കളെ, എന്തെങ്കിലും കാര്യം അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിലെന്ന് ഓർക്കുന്നവരെ, അത് അമ്മ അത് ഓർത്താൽ മതി, ഞാൻ ഓർക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ചാൽ മതി. എന്തെങ്കിലും കാര്യം അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് ഓർക്കുന്നവർ സ്വന്തം കൈ നെഞ്ചത്ത് വെച്ചാൽ മതി. അമ്മ അത് ഓർത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും. നമ്മളൊരുമിച്ച് സ്തുതിക്കുകയാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവേ, അനേകം മക്കള് എൻ്റെ കാര്യം കർത്താവെ അച്ഛനെ ഓർത്തിരുന്നെങ്കിലെന്ന് പറഞ്ഞ കാര്യമില്ല, അത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അമ്മ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അമ്മയെ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അവർക്ക് സാക്ഷിയാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, 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 ശ്രദ്ധിക്കട്ടെ. ഇത് പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ പിന്നെ നിങ്ങൾക്ക് സംശയമുണ്ട്, അതിലെന്താ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി അന്തോനീസിൻ്റെ അടുത്തും പോവും, യൂദാസിൻ്റെ അടുത്തും പോവും. എവിടെയെല്ലാം പോയി തൊട്ട് നക്കാം അവിടെയൊക്കെ തൊട്ട് നക്കി. ഈ തൊട്ട് നക്കി നടക്കുന്ന കക്ഷികൾ ദയവായിട്ട് ഉടമ്പടി ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാര്യത്തിൽ നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഉടമ്പടി നിങ്ങൾ ഓർക്കണം, അതുപോലെ ഒരു പ്രാർത്ഥനാ രൂപമാണ്. ഇറ്റ്സ് നോട്ട് എ പ്രെയർ ഫോർമാറ്റ് ഓൾ. എന്താ കാര്യം? ഇതൊരു പ്രാർത്ഥനാ രൂപമല്ല. ഇതെന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ്. പദ്ധതി ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച പ്രാർത്ഥനാ രൂപമല്ല ഇത്. ഇതിൻ്റെ പ്രൈമറി ഇനിഷ്യേറ്റീവ് ആരാണ്? ഉടമ്പടിയുടെ പ്രൈമറി ഇനിഷ്യേറ്റീവ്, പ്രാഥമിക പ്രയോക്താവ്
ആരാണത്? ദൈവമല്ലേ. എവിടെയെല്ലാം ഉടമ്പടി തുടങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവമാണ് മുൻകൈ എടുത്തിരിക്കുന്നത്. ദൈവം മുൻകൈ എടുത്ത വേറെ ഒരു പ്രാർത്ഥനയുള്ള കുർബാന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അതൊരു ഉടമ്പടിയാണ്. ദൈവം മുൻകൈ എടുത്ത് ചെയ്ത ഈ മരിയൻ ഉടമ്പടിയല്ല, അത് വേറെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണത്? അത് പരിശുദ്ധ കുർബാനയാണ്. അതൊരു ഉടമ്പടിയാണ്. അത് നിത്യതയെ ബാധിക്കുന്ന ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി ഭൗതികമായ വിഷയങ്ങളെ കൂടുതൽ ഉന്നമനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചത് ഭൗതികമായ ഉന്നമനത്തെ അല്ല അത് ഫോക്കസ് ചെയ്യണത്. പിന്നെന്താണ്? നിത്യതയാണ് ഫോക്കസ് ചെയ്യണത്. തമ്മിൽ മനസ്സിലാക്കണം. പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു അത് ഞാൻ എപ്പോഴും പറയും. അതുപോലല്ല ഈ അപ്പം. അപ്പം ഭൗതികമല്ല എന്നർത്ഥം ഉറപ്പല്ലേ? ഉറപ്പല്ലേ? കുർബാന ഭൗതികമല്ലെന്ന് ഉറപ്പല്ലേ? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ അല്ല ഈ അപ്പം. റീഡ് ദ വേഴ്സുകൾ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന. ദൈവമേ കാരുണ്യ സ്നേഹമേ അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകം. ഓ ദൈവമേ കാരുണ്യ സ്നേഹമേ അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകം. ശ്രുതികട ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന പരിശുദ്ധാത്മാവ് ഈ ഓൺലൈനിൽ തന്ന വാക്കായത് കൊണ്ടാണ് എനിക്ക് വാക്ക് കിട്ടാഞ്ഞത്. അതാണ് വായിക്കാൻ പറഞ്ഞത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 49 മുതലുള്ള തിരുവചനങ്ങൾ. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത കുർബാനയുടെ ഒരു വാക്കാണിത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 49 തിരുവചനം. റീഡ് ഇറ്റ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും അതായത് എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയെ നമ്മൾ IELTS പാസ്സാക്കാനും വസ്തു വയ്ക്കാനും ഒക്കെ ദുർവിനിയോഗം ചെയ്യരുതെന്ന സൂചനയാണ്. അത് നടക്കത്തില്ല എന്നല്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ റഷ് ചെയ്യുമ്പോൾ കുർബാനയെ അനുദിന ജീവിതത്തിന് വേണ്ടി മാത്രം കുർബാനയെ റഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം, കുർബാനയുടെ അൾട്ടിമേറ്റ് എയിം യു വിൽ മിസ് ഇറ്റ്. കുർബാനയുടെ ഉദ്ദേശം എന്താണ്? നിത്യതയാണ്. ഇപ്പം അത് ഉടമ്പടിയാണ്. ഉടമ്പടി എപ്പോഴും വരണത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉടമ്പടി നമ്മൾ ചെയ്യണത്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താ? കഴിഞ്ഞ ദിവസങ്ങളിലെ ഷിക്കാഗോയിൽ നിന്ന്, ഇപ്പോൾ ആലപ്പുഴക്കാരത്തിയാണ്, അവർ ഷിക്കാഗോയിൽ നേഴ്സാണ്. അപ്പോൾ അവർ ഇന്നലെ ഒരു സാക്ഷി ഇവിടെ പറഞ്ഞിരുന്നു, മഞ്ജു ഫ്രാങ്ക്ലിൻ. അവർ പറയണത് ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന്. ഞാൻ ആകപ്പാട് ശരിക്കും ഞെട്ടിപ്പോയി. എല്ലാവരും മക്കളെ കിട്ടി, ജോലി കിട്ടി എന്നൊക്കെയാണ് പറയണത്. മക്കളെ കിട്ടി, ജോലി കിട്ടി, കടങ്ങൾ മാറി. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞത് മേരി പാല, അവർക്ക് 3 കോടി രൂപ കടവാണ്. 3 കോടി രൂപ കടവാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു പിടിയില്ല. ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഇപ്പോഴീ എമർജൻസി കേസെല്ലാം എടുക്കുന്നുണ്ടല്ലോ. എമർജൻസി ആയാൽ മതി, അതിൻ്റെ രേഖ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ നിങ്ങളെ വിളിച്ച് സംസാരിക്കും. പണ്ടങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പണ്ട് ഉടമ്പടി 3 പുതുക്കിയിട്ട് ഉടമ്പടി തന്നെയാണ് അവർ നിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ അവരെ വിളിക്കത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഉടമ്പടി ഇന്നാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത്, പക്ഷേ വിഷയം നിങ്ങളുടേത് ഭയങ്കര ഗൗരവമുള്ളതാണെങ്കിൽ
നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ അപ്പം വിളിപ്പിക്കും. പക്ഷേ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കരുതിയേക്കണം. കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, എന്ത് ഡ്രാസ്റ്റിക് കണ്ടീഷനാണ് നിങ്ങൾ പോകുന്നത്, അതിൻ്റെ ഡോക്യുമെൻ്റ് കരുതണം. ആ ഡോക്യുമെൻ്റ് ഓഫീസിൽ കാണിച്ചാൽ പിന്നെ തർക്കിക്കേണ്ട, വിശദീകരിക്കേണ്ട, കരയേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർ കരഞ്ഞൊക്കെ പറയും. അങ്ങനെ കരേണ്ട ആവശ്യമില്ല. എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ കരയേണ്ടത്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കാണിക്കുക. ഇത് ജപ്തി നടപടി ഇതാണ് അടുത്ത ആഴ്ച ഓപ്പറേഷനാണ്, മറ്റൊന്ന് സ്കാനിങ് ആണ്. മറ്റൊന്ന് സ്കാനിങ് ആണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒറ്റ പ്രാർത്ഥന കഴിയുമ്പോൾ സ്കാൻ കാണത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായത്, അവിടെ സാക്ഷ്യം നെയ്യാറ്റിൻകര റീന എന്ന നേതൃത്വമാണ്. അവരുടെ ഭർത്താവ് ഇങ്ങനെ ചെരിഞ്ഞ് പോകും. പെട്ടെന്ന് സംഭവിക്കണം, ചെരിഞ്ഞ് പോകും. അപ്പോൾ ഇവരെ കൊണ്ട് CT സ്കാൻ ചെയ്തപ്പോൾ ഇവരുടെ ബ്രെയിൻ്റെ അകത്തൊരു മുഴ സിസ്റ്റം എന്ന് വളർന്നു വരികയാണ്. അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരലൈസ് ആവും. അപ്പോൾ റിസ്ക്കിയാണ്. എത്ര നാളിങ്ങനെ കിടക്കുമെന്ന് അറിയത്തില്ല. ഈ ഇതുപോലെയൊക്കെ വെൻറ്റിലേറ്ററിലൊക്കെ കിടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര പേടി, സങ്കടമൊക്കെ ആയി. കാര്യം 10-8 ലക്ഷമൊക്കെ രൂപ മുടക്കിയാലേ ആളെ കിട്ടിയാൽ എങ്ങനെ എത്ര കാലം കഴിയുമ്പോഴൊക്കെ ജോലിക്ക് പോകാൻ പറ്റും? ഇന്ന് ജോലിക്ക് പോകാൻ തന്നെ പറ്റുമോ? അവരുടെ മനസ്സിൽ ഒന്ന് കണ്ടുകൊണ്ടിരുന്നാലെങ്കിലും മതി. ഭർത്താവ് ആളെ ജോലിക്ക് പോയില്ലെങ്കിൽ ഒന്ന് കണ്ടുകൊണ്ടിരുന്നാലെങ്കിലും മതി എന്ന രീതിയിൽ ആ അവസ്ഥയിലേക്ക് വരുന്നതാണ്. പക്ഷേ ഒറ്റ പ്രെയർ കൊണ്ട് 2 CT സ്കാൻ കാണുമ്പോൾ ആ മുഴ അവിടെ ഉണ്ട്. അതിന് ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചു. പക്ഷെ ഉടമ്പടി എടുത്ത് ഒരു പ്രെയർ കയ്യൊപ്പ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നീട് പോയി ഓപ്പറേഷന് മുമ്പ് MRI എടുക്കുമ്പോൾ ആ സിസ്റ്റം അവിടെ ഇല്ല. ഇത്രയും സ്പീഡായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ആ സാക്ഷി കിടക്കുന്നുണ്ട്, വായിച്ചാൽ റീന, അവർ നെയ്യാറ്റിൻകര എന്നുള്ള സാക്ഷിയാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ മേരി ചേച്ചി ഈ മാസം തന്നെ സാക്ഷ്യം പറഞ്ഞ ആളാണ്. ഏത് മാസം? ഇത് ജൂൺ മാസം. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ തന്നെയാണ് മേരിച്ച് സാക്ഷ്യം പറഞ്ഞത്. അവർക്ക് 3 കോടി കടവാണ്. 3 കോടി കടമെന്ന് വെച്ചാൽ ഏത് കാലത്ത് കൊടുത്തും എങ്ങനെ കൊടുക്കും ഒരു പിടിയില്ല. കാര്യം ഇവർ ഹോസ്റ്റൽ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. കുറേ ബെഡുകളൊക്കെ ഉള്ള ഹോസ്റ്റലാണ്. പക്ഷേ ഈ കൊറോണ വന്നതോടുകൂടിയേ കുറേ ആൾക്കാരെ കൊണ്ടുപോയി, കുറേ ജീവിതം കൊണ്ടുപോയി. ശരിക്കും അതുപോലെ കൊണ്ടുപോയ ഒരാളാണ്. ഇത് കഴിഞ്ഞപ്പോൾ കടത്തുമേൽ കടവും അതിൻ്റെ പലിശയും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവർക്ക് ഭ്രാന്ത് പിടിക്കണ പോലെയാണ്. പക്ഷെ അവരെ പെട്ടെന്ന് ഞാൻ വിളിച്ചു, ഉടമ്പടി പുതുക്കിയ ഉടനെ കണ്ടു. അപ്പോൾ ഞാൻ ചേച്ചി ചോദിച്ചത്, ചേച്ചി എന്താണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ സ്ഥലമൊക്കെ വിൽക്കാനുണ്ട്, പക്ഷേ വിൽക്കാൻ പറ്റണില്ല. ഇപ്പോഴും വിൽപ്പന കുറവാണല്ലോ, പണ്ടത്തെ പോലെ ഒരു ഓട്ടം ഇല്ല. കാര്യം മോഡി ചേട്ടൻ കയറി ക്ലിക്കിന് പിടിക്കണ കാരണമേ ആൾക്കാർക്ക് എവിടെയെങ്കിലും ഇപ്പം ED വരെ ഉണ്ട്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണവർ ആരാണ് സ്ഥലം കൂടുതൽ വാങ്ങിക്കണത്, അവിടെ സോഴ്സ് ഉടനെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക് സെൻഡിങ് ആണ് ഡൽഹിയിലോട്ട്, ED ഓഫീസിലോട്ട്. അതായത് ഇപ്പം ജെന്യുവിൻ സോഴ്സ് അല്ലെങ്കിൽ, ഇനി അതാണെങ്കിൽ പോലും ഗവൺമെൻറ് പറയും നിങ്ങൾ സ്ഥലം വിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന് പകരം വേറെ സ്ഥലം വാങ്ങിക്കാൻ പറയും. വിറ്റ ആൾക്കാർ തന്നെ വാങ്ങിക്കാൻ പറയും, കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ പറയും. 2 സ്ഥലത്തേക്കും. ഇക്കണോമി നാഷണൽ ബേസ്ഡ് കൺട്രോൾഡാണ് ശരിക്കും. അത് നിങ്ങളെ പഴയ ഇക്കോണമി പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മളതിൻ്റെ അകത്ത് ഗുണവും ദോഷം പറയുകയല്ല, നാഷണൽ ബേസ്ഡ് ഇക്കോണമി കൺട്രോൾഡാണ്. അത് പണ്ടത്തെ കുത്തഴിഞ്ഞൊരു പോക്കും ഇപ്പോഴത്തെ നോക്കുമ്പോൾ മനസ്സിലാകും നമുക്കത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി എല്ലാം ബ്ലോക്കുണ്ട്. ശരിക്കും കുറേ ആൾക്കാർ കുരുങ്ങിയിട്ടുണ്ട്, അത് സത്യമായ കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നോട്ട് പോകാൻ ഒരു മാർഗമില്ല. ഷിനു ജോർജ്, ഞാൻ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തുനിന്ന് വരുന്നു. എൻ്റെ പേര് ഷിനു ജോർജ്, ഞാൻ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് നിന്നും വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് 2018 ജനുവരിയിലാണ്. അന്ന് മുതൽ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ഭർത്താവിന്
ഒരു നട്ടെല്ലിന് പ്രശ്നം വരികയും L4ഉം L5 ഡിസ്ക് തെന്നുകയും കാലുവേദന തുടങ്ങുകയും ചെയ്തു. ഭർത്താവ് ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ആയുർവേദ ചികിത്സ ചെയ്തെങ്കിലും പൂർണ്ണമായും ഭേദമാകാതെ ലീവില്ലാതിരുന്നതിനാലിട്ട് തിരിച്ചുപോയി. അതിനുശേഷം വീണ്ടും വേദന കൂടിയതുകൊണ്ട് ഫെബ്രുവരിയിൽ തിരിച്ചു വന്നു. ഞങ്ങളിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 1 മാസത്തിനുള്ളിൽ തന്നെ ഭർത്താവിൻ്റെ അസുഖം പൂർണ്ണമായി സുഖപ്പെട്ടു. ഇപ്പോൾ 2-3 മാസമായിട്ട് ഒരസുഖവും ഇല്ല. അദ്ദേഹം സുഖമായിട്ട് ജോലിക്ക് പോകുന്നു. എൻ്റെ മകൾ ഗ്ലൈന ജോർജ് MBBSന് പോകാൻ ഭയങ്കര ആഗ്രഹത്തിലായിരുന്നു. പക്ഷേ നീറ്റ് പരീക്ഷയിൽ മാർക്ക് കുറവായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉക്രൈനിൽ പോയി പഠിക്കാനും അതിനുള്ള സാമ്പത്തികവും പോകാനുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് വഴി ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി. അതിനുശേഷം അവൾ യുദ്ധം വരികയും യുദ്ധത്തിൻ്റെ ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതിനുശേഷം പോകാൻ പറ്റാതെ 1 വർഷമായി വീട്ടിലിരിക്കുകയായിരുന്നു. വീണ്ടും പോകാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമത്തിലായിരുന്നു മകൾ. ഇവിടെ വന്ന് ഫെബ്രുവരി 1-ാം തീയതി വന്ന് ഞങ്ങൾ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അതിനു മുൻപേ പോളണ്ട് വഴി പോകാൻ വേണ്ടിയിട്ട് പോളണ്ടിലേക്കുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു. അതിനുശേഷം പോളണ്ടിലേക്കുള്ള വിസ കിട്ടാതായപ്പോൾ ഇവിടെ വന്ന് ഫെബ്രുവരി 1-ാം തീയതി ഉടമ്പടി പുതുക്കി ഇവിടെ ഞാൻ മോളിൽ പുതുക്കിയിട്ട് ഇവിടെ തിരിച്ചു വന്നപ്പോൾ തന്നെ പോളണ്ട് എംബസിയിൽ നിന്നും മെസ്സേജ് വരികയും വിസ അപ്രൂവ് ആകുകയും ചെയ്തു. ഫെബ്രുവരി 5-ാം തീയതി തന്നെ മകൾ തിരിച്ച് ഉക്രൈനിലേക്ക് പോയി. പിന്നെ ഞാനൊരു ഓൺലൈൻ ഡിഗ്രി കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 5 വർഷമായിട്ടും എനിക്കതിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. ഞാനിവിടെ വന്ന് ആ അപേക്ഷയും ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ പേപ്പറും സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റ് എനിക്ക് തിരിച്ചു കിട്ടി. അമ്മയോടെ സഹായത്തിന് അപേക്ഷിച്ച് എന്നെ ഉപേക്ഷിച്ചില്ല അമ്മ. ഞാൻ എല്ലാ ദിവസവും 3 ജപമാല വരെ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോടും അമ്മയുടെ തിരുക്കുമാരനോട് ഞാൻ നന്ദി പറയുന്നു. വിജയലക്ഷ്മി അനിൽ, ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നാണ് വരുന്നത്. 2022 നവംബർ മാസം 28-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. ഈ അൾത്താരയിൽ നിൽക്കാൻ സഹായിച്ചതിന് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. വളരെയധികം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ യൂട്യൂബിൽ നിന്നുമാണ് അച്ഛൻ്റെ പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കാനിടയായത്. എൻ്റെ ഒരു കൂട്ടുകാരിയും ഫാമിലിയും ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് എനിക്ക് അതികഠിനമായ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പീരിയഡ്സിൻ്റെ 2-ാമത്തെയും 3-ാമത്തെയും ദിവസങ്ങളിൽ പുറത്തിറങ്ങാനോ യാത്ര ചെയ്യാനോ ഒന്നും സാധിക്കാത്ത വിധത്തിലുള്ള ബ്ലീഡിങ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ഉടമ്പടിയിൽ വെച്ചില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കുഞ്ഞുങ്ങളുടെ പഠനം, വീടില്ലാത്ത അവസ്ഥ, ഇതെല്ലാമായിരുന്നു ഉടമ്പടിയിൽ വെച്ചിരുന്നത്. പക്ഷേ അമ്മ എനിക്ക് ആദ്യം സുഖപ്പെടുത്തി തന്നത് എൻ്റെ ആരോഗ്യമായിരുന്നു. പിറ്റേ മാസം ഡിസംബർ മാസം മുതൽ ഈ മെയ് മാസം വരെ വളരെ കറക്റ്റായിട്ടുള്ളൊരു പീരീഡ്സ് തന്ന എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. 2 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലീഡിങ്ങാണ്. അത് അമ്മ എനിക്ക് മാറ്റി തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. രണ്ടാമത്, ഞങ്ങൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓരോ പ്രശ്നങ്ങളിൽ നിന്നും അമ്മ ആ സമയത്ത് കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്ക്, മോള് എൻട്രൻസ് എക്സാമിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മോനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും. ഇവരുടെ 2 പേരുടെയും ഫീസ് എങ്ങനെ അടയ്ക്കണമെന്നറിയില്ലാത്ത അവസ്ഥയിൽ അവരുടെ 2 പേരുടെയും ഫീസ് അടയ്ക്കാനുള്ള മാർഗം തെളിച്ചു തന്ന് അമ്മ അനുഗ്രഹിച്ചു.
ബിസിനസ്സിലുണ്ടായിരുന്ന ഒരുപാട് തകർച്ചകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഒരു ചെറിയൊരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങാനായിട്ട് അമ്മ എന്നെ സഹായിച്ചു. അതിന് കൃപ ഒരു ബേക്കറി ബിസിനസ്സും ഒരു ആയുർവേദ പ്രോഡക്ട്സിൻ്റെ ബിസിനസ്സുമായിരുന്നു. 2018 പ്രളയം മുതൽ ഞങ്ങളുടെ ബിസിനസ്സിൽ തകർച്ച ആരംഭിക്കുകയും ഒരു 10 രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷമാണ് ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു വഴി അമ്മ മാതാവ് എനിക്ക് തെളിയിച്ചു തന്നത്. അതിന് കൃപ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പേര് കൊടുക്കുകയും ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ ബേക്കറി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഫെബ്രുവരി 28 എൻ്റെ ഉടമ്പടി കാലാവധി തീർന്നു. മാർച്ച് 5 വന്ന് ഇവിടെ വന്ന് പുതുക്കി. മാർച്ച് 5 വന്ന് പുതുക്കി പോയതിന് ശേഷം മാർച്ച് 12 എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു. അമ്മയുടെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. പുതുക്കിയപ്പോൾ 12 അമ്മയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് 3 വലിയ ബ്ലോക്ക് 90% 3 ബ്ലോക്ക് ഉണ്ടെന്ന് അപ്പോഴാണ് അറിയുന്നത്. എന്നാൽ ഈ ബ്ലോക്കിൻ്റേതായിട്ടുള്ള അത്ര വലിയ അസ്വസ്ഥത കാണിച്ചില്ല. പക്ഷേ അത് ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് അമ്മയുടെ ബ്ലോക്ക് എടുത്തു മാറ്റാൻ ഈശോയും മാതാവ് സഹായിച്ചു. അമ്മ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നു. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. പേര് രാധ, സ്ഥലം കോഴിക്കോട്. 5 വർഷമായി എനിക്ക് അസുഖം തുടങ്ങി. നട്ടലിന് അസുഖമായിട്ട് തുടങ്ങിയിട്ട് ഇനി പോകാത്ത ആശുപത്രികളില്ല. എല്ലാ ആശുപത്രികളിലും പോയി മരുന്ന് കഴിച്ചാലും എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ ആരുടെയും സഹായം ഇല്ലാതെ പറ്റില്ലായിരുന്നു. ഇവിടെ വന്ന് 2023 നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും അതേപോലെ വേദന തുടർന്നുകൊണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇനി ഇതിൻ്റെ ചികിത്സയില്ല, നടക്കാൻ പറ്റില്ല, ഒന്നൊരു ജോലിയും ചെയ്യാൻ ഇനി പറ്റില്ല എന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ചേച്ചി കൃപാസനത്തിലെ കാര്യം ഞങ്ങളോട് പറയുകയും പത്രം കൊണ്ട് തരുകയും ചെയ്തതിന് ശേഷം യൂട്യൂബിൽ കൂടെ ഞാൻ ഇവിടുത്തെ ധ്യാനം കേൾക്കുകയും ഇവിടുത്തെ ശുശ്രൂഷകൾ കേൾക്കുകയും അങ്ങനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ട്രാവൽസിൽ കിടന്നാണ് ഞാനിവിടെ വരുന്നത്. ട്രാവൽസ് ചാരിക്കിടന്ന് ഇരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. ചാരിക്കിടന്നാണ് ഇവിടെ വന്ന് ഇവിടുത്തെ കോമ്പൗണ്ടിലെത്തിയ ശേഷം പിന്നെ എനിക്ക് നടക്കാനും പറ്റുന്നുണ്ട്. അതിന് ശേഷം വേദനകൾക്കും കുറവുണ്ട്. ഒരു ദിവസം ഫെബ്രുവരി മാസം 2ാമത്തെ ആഴ്ച ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നട്ടലിന് വേദനയുള്ള അസുഖമുള്ള ഒരാളെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ടെന്ന്. അതിനുശേഷം ഇന്ന് വരെ വേദന അനുഭവിച്ചിട്ടില്ല. എൻ്റെ പേര് ശ്രീധരൻ എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 25 വർഷങ്ങൾക്ക് കൂടുതലായിട്ട് UAE റാസൽ ഖൈമ എന്ന സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 27 വർഷമായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 23/10/2020 മുമ്പായിട്ട് 2019 എൻ്റെ പേരിൽ അവിടുത്തെ അറബി ഒരു കേസ് കൊടുക്കുകയും ആ കേസിൽ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. 2020 കൂടി എൻ്റെ വിസ തീരുന്ന സമയത്ത് 2019 ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം അവിടെ നടത്തുവാനായിട്ട് തുടങ്ങുകയും ആ സ്ഥാപനം അവിടെ തുടങ്ങിയതെന്ന് അറിഞ്ഞ പ്രകാരം 2020 എൻ്റെ വിസ കഴിഞ്ഞ സമയത്ത് എനിക്കെൻ്റെ പാസ്പോർട്ടും എൻ്റെ സാലറി കാര്യങ്ങളൊന്നും തരാതെ അവരവിടെ പിടിച്ചു വയ്ക്കുകയും ചെയ്തു. ഉടനെ ഞാൻ വളരെയേറെ മാനസികമായി പ്രയാസപ്പെടുകയും ഞാൻ അവിടെ ഇരുന്ന് വളരെയേറെ ബുദ്ധിമുട്ടുകയും ചെയ്തു. എൻ്റെ മക്കളാരും നാട്ടിലില്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവരെല്ലാവരും മൂത്ത മക്കളും അവർ ന്യൂസിലൻഡിലാണ്. 2ാമത്തെ മകൾ ആ സമയത്ത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞിട്ട് റൂമിൽ പോയിരിക്കുമ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ കൃപാസനത്തിനെ പറ്റി കേൾക്കുവാനും അവിടുത്തെ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം കാണുവാനും
അവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുവാനും തുടങ്ങി. അതുപ്രകാരം ഞാൻ എൻ്റെ മൂത്ത സഹോദരിയുടെ ഇളയ മകൻ്റെയും മരുമകളെയും